നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി ഇന്ത്യ മുഴുവൻ വലവിരിച്ചിരിക്കുകയായിരുന്നു കേരള പോലീസ്. രാജ്യത്തിന് പുറത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിലെല്ലാം ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരുന്നു. എന്നാൽ പിണറായി പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ലൈംഗിക പീഡന കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ട് രാഹുൽ വീണ്ടും പോയി. രാഹുൽ നേരിട്ടെത്തിയാണ് വക്കാലത്തിൽ ഒപ്പിട്ടതെന്ന് അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യ ഹർജി നൽകാനായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ തലസ്ഥാനത്ത് എത്തിയത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോകുകയായിരുന്നു എന്നായിരുന്നു വിവരം. ഇതിനിടെയാണ് രാഹുൽ തിരുവനന്തപുരത്ത് വരെ എത്തിയത്. എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല? ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ സർക്കാർ പോലീസിന് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതായത് ആഭ്യന്തരമന്ത്രി പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് തിടുക്കപ്പെട്ട് രാഹുലിന്റെ അറസ്റ്റ് വേണ്ട എന്നാണ്. അത് തിരിച്ചടിക്കും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടും മറ്റു ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് കൊടുത്തിരുന്ന ഉറപ്പെന്താണ്? സർക്കാർ ഒപ്പം ഉണ്ട് എന്നായിരുന്നു. എന്നാൽ ആ ഇരയെ പോലും വഞ്ചിച്ചിരിക്കുകയാണ് സർക്കാർ എന്ന് ഇപ്പോൾ പറയേണ്ടി വരികയാണ്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ലുക്കൌട്ട് സർക്കുലറും പോലീസ് പുറത്തിറക്കിയത്. എല്ലാം വെറും പ്രഹസനമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം രാഹുൽ പിന്നീട് എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലടക്കം വിവരമില്ല. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം വക്കാലത്തിൽ ഒപ്പിടാൻ രാഹുൽ നേരിട്ട് എത്തിയെന്ന് അഭിഭാഷകൻ പറയുമ്പോൾ രാഹുൽ തലസ്ഥാനത്ത് തന്നെ എവിടെയൊക്കെയോ കറങ്ങി നടപ്പുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പിന്തുടർന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ട എന്ന ധാരണയിലെത്തിയിരിക്കുകയാണ് പോലീസ്. തിരക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യില്ല. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതായത് കൃത്യമായ രാഷ്ട്രീയം കളി ഇതിൽ പുറത്തെടുത്തിരിക്കുന്നു. അത്തരമൊരു രാഷ്ട്രീയ ഉപദേശം പോലീസിന് ലഭിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയ രാഹുലിനെ എന്തുകൊണ്ട് ഈ നേരം വരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല? അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയായിരുന്നു രാഹുൽ മാറി നിന്നത്. നഗരത്തിലെ ഫ്ളാറ്റ് അടഞ്ഞുകിടക്കുകയാണ്. ഇന്നോവ ക്രിസ്റ്റ കാറ് ഫ്ളാറ്റിൽ നിർത്തിയിട്ടിരിപ്പുണ്ട്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി മറ്റൊരു കാറിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്ര. കൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന പോലീസ് എന്തുകൊണ്ട് രാഹുലിനെ മാത്രം കിട്ടുന്നില്ല എന്നുള്ള ഒരു കള്ളം പറയുന്നു. അതായത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത്, ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യണം. ഈ ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. രാഹുലിനെ കൃത്യമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ രാഹുൽ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന പോലീസ് ഈ നേരം വരെ രാഹുലിനെ കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വാദം പറയുകയാണ്. ഒരു MLA കൂടിപ്പോയാൽ എവിടെ വരെ പോകും? രാജ്യം വിട്ടിട്ടില്ലല്ലോ, അത് കൃത്യമായി അറിയാം. പക്ഷേ രാഹുൽ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പോലീസ് കൈമലർത്തുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന വ്യവസ്ഥയില്ല. അതിനാൽ അറസ്റ്റിലേക്ക് കടക്കുന്നതിൽ പോലീസിന് നിയമ തടസ്സവുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് രാഹുലിനെ ഒന്ന് തൊടുന്നില്ല? അവിടെയാണ് അങ്ങ് മുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് പോലീസ് അനുസരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് രാഹുലിന്റെ അറസ്റ്റ് ഈ എലിയെ പൂച്ചയിട്ട് കളിപ്പിക്കില്ലേ, അതുപോലെ ഇട്ട് കളിപ്പിക്കണം. അതിനുശേഷം ഒരോളം ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യിക്കണം. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കൃത്യമായ കളിയായി മാറ്റുകയാണ് ഇപ്പോൾ സർക്കാരും CPM-ഉം ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയ്ക്ക് കൊടുത്ത വാക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മനഃപൂർവ്വം രാഷ്ട്രീയം കളിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. യുവതി മറ്റു ചില വെളിപ്പെടുത്തലുകൾ കൂടി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇതുകൂടി പുറത്തു വരുമ്പോൾ രാഹുലിന് ചില കുരുക്കുകൾ മുറുകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ തന്നെ ചൂഷണം ചെയ്തത് എന്നാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. യുവതി ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് രാഹുൽ പറഞ്ഞിരുന്നു അത്രേ. കുഞ്ഞുണ്ടെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തതായി യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ഈ വാദങ്ങളിൽ വിശ്വസിച്ചാണ് താൻ ഗർഭം ധരിക്കാൻ തയ്യാറായത്. എന്നാൽ എന്തിനാണ് പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ നിർബന്ധിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.
ഇത് യുവതിയെ കെണിയിൽ കുടുക്കാനുള്ള രാഹുൽ എന്ന നേതാവിന്റെ നീക്കമാണ് എന്നാണ് ഇപ്പോൾ പല കോണിലും വാദങ്ങൾ ഉയരുന്നത്. എന്തായാലും ഈ യുവതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. മുൻപ് പുറത്തു വന്ന ചാറ്റും ഓഡിയോയും ഒന്നും തള്ളിപ്പറയാൻ ഇപ്പോൾ രാഹുൽ തയ്യാറല്ല. അപ്പോൾ രാഹുലിന് കുടുക്കാകുന്ന ചിലതൊക്കെ ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. രാഹുൽ നേരത്തെ കോയമ്പത്തൂരിലുണ്ട് എന്നൊക്കെ ചില വാദങ്ങൾ പുറത്തു വന്നിരുന്നു. പാലക്കാട് തന്നെ ഉണ്ടായിരുന്നതായും ഇപ്പോൾ തൃശ്ശൂരിലാണ് എന്നൊക്കെയുള്ള പല ഊഹാപോഹങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഒരു കാര്യം ഉറപ്പായിരുന്നു, പാലക്കാട് തന്നെ രാഹുൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തിയതും. പാലക്കാട് തൃശൂർ അതിർത്തിയിൽ രാഹുൽ താമസിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവർ നൽകിയ ചില വിവരങ്ങളിലെ തുടർ പരിശോധനകൾ മാത്രമാണ് പാലക്കാട് പോലീസ് നടത്തുന്നത്. രാഹുലിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോലീസ് പോകുന്നില്ല. രാഹുലിന്റെ ഓഫീസ് ഇന്നും പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് രാഹുൽ പാലക്കാട് നിന്ന് കഴിഞ്ഞ ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിൽ രാഹുലിനെ സഹായിച്ച ഒരു സംഘം ആളുകളുണ്ട്. അവരിലേക്കൊക്കെ അന്വേഷണം എത്തിക്കുന്നതിനുള്ള ഒരു നീക്കം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കൺവെട്ടത്ത് തന്നെ രാഹുൽ ഉണ്ട് എന്നുള്ളത് പോലീസിന് അറിയാം. പക്ഷേ പോലീസ് അറസ്റ്റിന് തുനിയുന്നില്ല. AKG സെൻട്രലിൽ നിന്ന് ഉത്തരവ് കിട്ടിയാൽ മാത്രമേ പോലീസ് ഇനി അനങ്ങുകയുള്ളൂ. തിരുവനന്തപുരത്തെത്തിയ രാഹുൽ തിരികെ പാലക്കാടേക്ക് പോയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ജില്ല വിട്ടു പോകരുത് എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. രാഹുലിന്റെ വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. ജില്ല വിട്ടുപോകുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരിച്ചടിയാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് തന്നെ രാഹുൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുറച്ചു സമയത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓൺ ആയിരുന്നു. ആ ഓണായ സമയത്തും പാലക്കാട് ലൊക്കേഷൻ തന്നെയാണ് കാണിച്ചിരുന്നത് എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. പീഡനം നടന്നതായി പറയുന്ന ഫ്ളാറ്റുകളിൽ നിന്ന് ഇപ്പോൾ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ VS ദിനരാജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. യുവതി നൽകിയ മെഡിക്കൽ രേഖകളുടെയും ഓഡിയോ റെക്കോർഡുകളുടെയും ആധികാരികതയും പരിശോധിക്കുകയാണ്. ഗർഭഛിദ്ര ഗുളിക കഴിച്ച ശേഷമുണ്ടായ അവശതകൾ പരിഹരിക്കാനായി കണ്ട ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇതിനിടയിൽ രാഹുൽ വിഷയത്തിൽ VD സതീശൻ വീണ്ടും പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ശബരിമല കൊള്ള മറയ്ക്കാൻ മറ്റൊരു വിഷയം കൊണ്ടുവന്നാലും ഞങ്ങൾ അതിൽ വീഴില്ല എന്നും രാഹുൽ വിഷയത്തിൽ പാർട്ടി നിലപാട് KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും VD സതീശൻ പ്രതികരിച്ചു. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അഭിമാനകരമായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നും VD സതീശൻ പറഞ്ഞു. ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരെ ഒരു നടപടി മാത്രമാണ് എടുക്കാനാകുക. 2 പ്രാവശ്യം നടപടിയെടുക്കാനാകില്ല എന്നും VD സതീശൻ പറഞ്ഞു. പോലീസ് ജീപ്പിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാണ്. ധാർമ്മികതയില്ലെന്നാണ് DYFI പറയുന്നത്. എന്നിട്ടാണ് ക്രിമിനലുകളെ CPM പ്രോത്സാഹിപ്പിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ UDFകാർ ചിരിക്കാൻ മറക്കണ്ടെന്നും അവരുടെ വോട്ട് ഇത്തവണ UDFനുള്ളതാണ്. പിണറായി വിജയൻ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകുമെന്നും 100 വർഷം കഴിഞ്ഞാലും PSC പരീക്ഷയിൽ ഉത്തരം മാറില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഈ സമയത്ത് കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് 2 നിലപാടില്ലെന്നുമാണ് K സുധാകരന്റെയും പ്രതികരണം. ഇതിനിടയ്ക്ക് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പാർട്ടി പത്രത്തിൽ ചില ലേഖനം വന്നിരുന്നു. ഇത് പാർട്ടിയെ ഒന്ന് ഇടങ്ങേറിലാക്കിയിട്ടുണ്ട്. കാരണം നേതാക്കൾക്കെല്ലാം ഒരു തീരുമാനവും, അതായത് രാഹുലിനെതിരെ നടപടിയെടുത്തത് ഞങ്ങൾ ധാർമ്മികത കാണിച്ചതാണ് എന്ന് നേതാക്കൾ പറയുമ്പോഴും പാർട്ടിയുടെ പത്രത്തിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ലേഖനം വന്നതിൽ ചില അതൃപ്തികൾ പുകയുന്നുണ്ട്. പാർട്ടിയുടെ നിലപാടിനെതിരെയാണ് രാഹുലിനെ അനുകൂലിച്ചുള്ള വീക്ഷണം പത്രത്തിലെ ലേഖനമെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. പാർട്ടി മുഖപത്രത്തിൽ വരാൻ പാടില്ലാത്ത കാര്യമാണത്. തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുലിനെതിരായ നടപടി നേതാക്കളുടെ കൂട്ടായ തീരുമാനമാണ്. ആരും എതിർത്തിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴാണ് പരാതി വന്നത്. സ്വർണ്ണപ്പാളി വിഷയം മറയ്ക്കാനാണ് രാഹുൽ കേസെന്നും സംശയിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തണമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെന്നും സ്വർണ്ണ മോഷണ കേസിലെ പ്രതികളെ മുഴുവനായും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. പ്രമുഖരായ പ്രതികളിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ജയിലിൽ കഴിയുന്ന പ്രതികളെ ഇപ്പോൾ പാർട്ടിയും ഗവൺമെന്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സ്പീക്കർക്ക് കത്ത് നൽകി. കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ MLAമാർക്കൊപ്പമല്ല ഇരുന്നത്.
രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. നിയമത്തിന്റെ വഴി സ്വീകരിക്കാൻ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞത്. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഭരണകക്ഷി ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കുന്നു. വീക്ഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമലയെ തകർക്കാൻ CPM ഗൂഢാലോചന നടത്തുകയാണെന്നും ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നും വിശ്വാസികളുടെ വികാരത്തെ സർക്കാർ കാണുന്നില്ല എന്നും അയ്യപ്പ ആഗോള സംഗമം അയ്യപ്പന് പോലും ഇഷ്ടമായില്ല എന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. 2 CPM നേതാക്കൾ കൈവിലങ്ങിട്ട് ജയിലിൽ പോയി. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം തുടരുന്നത് ദുരൂഹമാണ്. കോടതി മേൽനോട്ടമില്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് പോലെ ശബരിമല കേസും ആവിയായി പോകുമായിരുന്നു. ഇത്ര വലിയ കൊള്ള നടത്തിയിട്ടും പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും നടപടിയെടുത്താൽ അവർ പലതും തുറന്നു പറയുമെന്ന ഭീതിയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. രാഹുൽ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. രാഹുലിന്റേത് വ്യക്തിപരമായ കാര്യമാണ്. മുകേഷിനെതിരെ നടപടിയെടുത്തോ? വാസുവിനെതിരെയും പത്മകുമാറിനെതിരെയും നടപടിയെടുത്തോ? തെറ്റ് ചെയ്യുന്നവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും രാഹുലിനെതിരായ നടപടി കൂട്ടായ തീരുമാനമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുകേഷും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ചെയ്ത പ്രവൃത്തി ഒന്നു തന്നെയാണെന്നും മുകേഷ് പീഡിപ്പിച്ച സ്ത്രീക്കും മാനമുണ്ടെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പ്രതികരിച്ചു. എല്ലാ സ്ത്രീകൾക്കും മാനവും മര്യാദയുമുണ്ട്. അതിനെതിരായിട്ടാണ് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെയൊന്നും പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്ന് മുരളീധരൻ വ്യക്തമാക്കി. സമാന കേസ് നേരിടുന്ന മുകേഷിന് പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതുമുണ്ടോ? രണ്ടും ചെയ്ത പ്രവൃത്തി ഒന്നു തന്നെയാണ്. സ്ത്രീകളുടെ നേരെ ആര് കളിച്ചാലും ശരിയല്ല. അത് മുകേഷ് ആണെങ്കിലും മാങ്കൂട്ടത്തിലാണെങ്കിലും പാർട്ടിക്ക് ആ കാര്യത്തിൽ വ്യക്തമായ സ്റ്റാൻഡുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ആക്ഷൻ എടുത്തു. സ്വർണ്ണ കട്ടള കള്ളന്മാരും മറ്റേ കള്ളന്മാരും എല്ലാം കൂടി വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട, അത്രയേ ഉള്ളൂ എന്നും മുരളീധരൻ പറഞ്ഞു. രാഹുലിനെ പിന്തുണച്ച് വീക്ഷണം പത്രം മുഖപ്രസംഗം എഴുതിയത് സംബന്ധിച്ച ചോദ്യത്തിന് പത്രത്തിന് അതിന്റേതായ സ്വാതന്ത്ര്യം പാർട്ടി എപ്പോഴും നൽകിയിട്ടുണ്ട് എന്നായിരുന്നു മുരളീധരന്റെ മറുപടി. പത്രത്തിന് പാർട്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി തിരുത്തും. കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും മുകേഷിനെ പോലൊരാൾ MLA സ്ഥാനം രാജിവെക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നപ്പോൾ മാത്രം ധാർമ്മികത പറയുകയും ചെയ്യുന്നതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആ പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ അന്ന് തന്നെ പുറത്താക്കി. ആ ചാപ്റ്റർ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോഴും ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നവർ അവരുടെ ജനപ്രതിനിധികളുടെ കാര്യത്തിലാണ് ആദ്യം മാതൃക കാണിക്കേണ്ടതെന്നും മുരളീധരൻ മറുപടി കൊടുത്തു. സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ രാഹുൽ വിഷയം ഉയർത്തിക്കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ കോൺഗ്രസും UDFും രംഗത്തുണ്ടാകും. ഇതിന്റെ പേരിൽ UDFിനെ ഇലക്ഷനിൽ പരാജയപ്പെടുത്താമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതണ്ട. ആ കാര്യത്തിൽ പാർട്ടി എടുത്ത നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിലൊരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല. നിരപരാധിത്വം രാഹുൽ തെളിയിക്കുന്നതുവരെ അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ല എന്നും മുരളീധരൻ പ്രതികരിച്ചു. എന്തായാലും രാഹുൽ വിഷയത്തിൽ പാർട്ടി ഇപ്പോൾ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കൃത്യമായ മറുപടിയാണ് കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും വരുന്നത്. ഇതിനിടയിലാണ് രാഹുലിനെ കൺമുൻപിൽ കിട്ടിയിട്ടും ഒന്ന് തൊടുക പോലും ചെയ്യാതെ പിണറായി പോലീസ് ഒളിച്ചു കളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.